ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ നിയമസഭാ മാർച്ച് ഇന്നാണ്. 5000-ലധികം പേർ മാർച്ചിൽ പങ്കെടുക്കും. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ്, കളക്ടറേറ്റ് മാർച്ചുകളും ഇന്ന് നടക്കും. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പോലീസിന്റെ നടപടി വലിയ വിവാദമായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് അവിടെ സമരപ്പന്തൽ പൊളിച്ചുമാറ്റിയ പോലീസ് നടപടി വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതുമാണ്. ഇപ്പോൾ അതിനൊക്കെ എതിരെ വലിയ പ്രതിഷേധമുയർത്താൻ ഒരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. 5000-ലധികം ആളുകൾ എന്ന് പറയുമ്പോൾ വിവിധ ജില്ലകളിൽ നിന്നും ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ആശാ വർക്കേഴ്സ് അറിയിച്ചത്. എങ്ങനെയാണ് ആ സമരത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ? അത് ഏത് രീതിയിലാണ് സർക്കാർ പ്രതിരോധിക്കാൻ പോകുന്നത്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം 21 ദിവസം പിന്നിടുന്നു. ഇപ്പോഴും ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിലിരിക്കുകയാണ്. ഇന്നാണ് അവരുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നാണ് ആശാ വർക്കർമാർ മാർച്ച് നടത്തുന്നത്. ഏതാണ്ട് പല ജില്ലകളിൽ നിന്നായി എത്തുന്ന 5000-ഓളം ആശാ വർക്കർമാർ ഈ സമരത്തിൽ അണിചേരും. കഴിഞ്ഞ ദിവസം പോലീസിന്റെ നടപടികളൊക്കെ വലിയ വിവാദമായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടതാണ്. പുലർച്ചെ 3 മണിയോടെയാണ് ആശാ വർക്കർമാർ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് അവർ അവർ ഉറങ്ങിയിരുന്ന ആ ടാർപോളിൻ ഷീറ്റ് അത് പൊളിച്ചു മാറ്റുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. ഈ മഴ ഒന്ന് കഴിയട്ടെ, അതുവരെ ഒന്ന് കിടന്നോട്ടെ എന്ന് പോലും പോലീസ് ഉദ്യോഗസ്ഥർ കരുതി. പോലീസ് ഉദ്യോഗസ്ഥർ അതുവരെ പോലും കാത്തിരുന്നില്ല. ഇവരെ ആ ടാർപോളിൻ പൊളിച്ചു മാറ്റുകയായിരുന്നു. പക്ഷേ പൊളിച്ചു മാറ്റിയ ടാർപോളിനുമായി ഇവരിവിടെ ഇരുന്നപ്പോൾ പോലും പോലീസ് അത് മടക്കി വെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ സമരവീര്യത്തിന് മുന്നിൽ പിന്നീട് അവർക്ക് മുട്ടുമടങ്ങേണ്ടി വന്നു. അവർ പിന്നെയും ഇവിടെ തന്നെ സമരവുമായി തുടർന്നു പോയിരുന്നു. എന്തായാലും ഇന്ന് വലിയൊരു സമരം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് ചേച്ചി, ഇന്ന് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയോ? മറ്റുള്ളവർ എത്തിത്തുടങ്ങിയ ആളുകൾ ഏതൊക്കെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള? എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. സമയം എത്ര മണിയോടെ? 11 മണിയാകുമ്പോൾ നമ്മൾ പ്രകടനം തുടങ്ങും. കാരണം 11 മണിക്കല്ലേ ഇവിടെ അനുവദിക്കത്തുള്ളൂ പ്രകടനം. ഇന്ന് പുലർച്ചെ പോലീസുകാരെല്ലാം വന്നിരുന്നോ? ഇല്ല, പോലീസിന്റെ ഭാഗത്തുനിന്ന് പിന്നെ ഒന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെയാണ് ആശമാർ പല ജില്ലകളിൽ നിന്നായി ഏതാണ്ട് 5000-ഓളം പേർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. ആ സമയം നിയമസഭ ചേരുന്നുണ്ടാകും. അടിയന്തര പ്രമേയമായി പോലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ അവർ സഭ ബഹിഷ്കരിച്ച് ഇവർക്ക് പിന്തുണയുമായി ഈ സമരത്തോടൊപ്പം ചേരുമെന്നും വിവരമുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. യെസ്, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.